സാമ്പത്തിക വളർച്ചയിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു വൻകരയാണ് ഏഷ്യ. അതിന് പ്രധാന കാരണം വിശാലമായ ഭൂപ്രകൃതി, നല്ല സമൃദ്ധമായ ഹ്യൂമൻ റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വൻകരയാണ് ഏഷ്യ എന്ന് പറയുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യയിലെ രാജ്യങ്ങളെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ആ രാജ്യത്തുള്ള പൗരന്മാരും പുറത്തുനിന്ന് വന്നവരുമെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏഷ്യയിലെ രാജ്യങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സമ്പന്നമായ രാജ്യം മറ്റാരുമല്ല, ചൈന തന്നെയാണ്. ചൈനയുടെ GDP എന്ന് പറയുന്നത് 19.23 ട്രില്യൺ ഡോളറാണ്. ലോകത്തെ മുൻനിര ഓഹരികളിൽ ഒന്ന് ചൈനയുടെ ഓഹരി വിപണിയാണ്. ഖനികൾ, ടെക്സ്റ്റൈൽസ്, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, മെഷീൻസ്, ഇതിലൊക്കെയാണ് ചൈന പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഉൽപാദന മേഖലകൾ എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യയാണ് നമ്മുടെ. ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 4.187 ട്രില്യൺ ഡോളറാണ്. ഇന്ത്യയുടെ പ്രധാന ഉൽപാദന മേഖലകൾ നമുക്കറിയാവുന്നതാണ്. സർവീസ് സെക്ടറാണ്, ബാങ്കിങ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാന ഏരിയകൾ. മൂന്നാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ്. ജപ്പാനും ഇന്ത്യയും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 4.186 ട്രില്യൺ ഡോളറാണ് ജപ്പാന്റെ GDP എന്ന് പറയുന്നത്. ജപ്പാൻ പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന പോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഓട്ടോമൊബൈൽസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇതൊക്കെയാണ് ജപ്പാന്റെ പ്രധാനമായിട്ടുള്ള ഉൽപാദന മേഖലകൾ. നാലാം സ്ഥാനത്ത് റഷ്യയാണ്. റഷ്യയുടെ GDP ഏകദേശം 2 ട്രില്യൺ ഡോളറാണ്. അഞ്ചാം സ്ഥാനത്തുള്ളത് സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയയുടെ GDP എന്ന് പറയുന്നത് 1.76 ട്രില്യൺ ഡോളറാണ്. അപ്പൊ പറഞ്ഞു വരുന്ന ഇന്ത്യയും ചൈനയും ഒക്കെ ഉൾപ്പെടുന്ന ഏഷ്യ വൻകര അവരുടെ ശക്തിയിൽ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യങ്ങൾക്കും തങ്ങളുടെ വിദേശ നയം പോയി അടിയറവ് പറയേണ്ടി വരില്ല എന്നുള്ളതാണ് പറയുന്നത്.